ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്ന് തെളിയിക്കുന്ന പുതിയ മൊഴി പുറത്ത്. കുപ്പി സുബീഷും BJP നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തായത്. താനുൾപ്പെടെ 4 പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് കുപ്പി സുബീഷ് വെളിപ്പെടുത്തുന്നു. പ്രതീഷിന്റെ കയ്യിലുണ്ടായിരുന്ന കൊടുവാൾ കൊണ്ട് ആദ്യം വെട്ടി, പിന്നീട് ഒളിവിൽ പോയെങ്കിലും കേസ് CPIMന്റെ തലയിലായതോടെ തനിക്ക് സംരക്ഷണം വേണമെന്നും സുബീഷിന്റെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. ഫസൽ വധത്തിന് പിന്നിൽ RSS തന്നെയെന്ന് വെളിപ്പെടുത്തുന്ന സുബീഷിന്റെ കുറ്റസമ്മത മൊഴി ഇന്നലെ പുറത്തു വന്നിരുന്നു. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, നിർണായകമായ തെളിവുകൾ, മൊഴികൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഒരു ഇര എന്ന രീതിയിലേക്ക് കാരായരാജൻ അടക്കമുള്ളവരുടെ ആക്കം കൂടുകയും ചെയ്യുകയാണ്. എന്തൊക്കെയാണ് തെളിവുകളായി അല്ലെങ്കിൽ മൊഴികളായി പുറത്തേക്ക് വരുന്നത്? പ്രജീഷ് NDF പ്രവർത്തകനായിരുന്ന ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. RSS പ്രവർത്തകനായ ഈ സന്ദർഭത്തിലാണ് RSS പ്രവർത്തകനായ കുപ്പി സുബീഷിന്റെ താനടക്കം 4 RSS പ്രവർത്തകരാണ് കൊലപാതകം നടത്തിയെന്ന ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുപ്പി സുബീഷ് പടുവിലായി മോഹനൻ വധക്കേസിൽ പ്രതിയായി പോലീസ് ചോദ്യം ചെയ്ത് വരവെ ഫസൽ വധത്തിൽ തങ്ങളാണ് പ്രതികൾ എന്ന കാര്യം പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ മൊഴിയടക്കം ഫസൽ വധക്കേസ് പരിഗണിക്കുന്ന എറണാകുളം CBI കോടതിയിൽ ഫസലിന്റെ സഹോദരൻ അബ്ദുൾ സത്താർ കുറ്റസമ്മത മൊഴിയും ശബ്ദരേഖയും ഹാജരാക്കിയിരുന്നു. ഫസൽ വധക്കേസിൽ CPIM നേതാക്കളെ പ്രതിപട്ടികയിൽ ചേർത്ത CBI അന്വേഷണത്തിന്റെ നടപടി ചോദ്യം ചെയ്തും തുടരന്വേഷണം ആവശ്യപ്പെട്ടുമായിരുന്നു 2 മാസം മുമ്പ് അബ്ദുൾ സത്താർ ഹർജി പരിഗണിച്ചത്. എന്നാൽ തുടരന്വേഷണം നടത്താൻ തയ്യാറല്ലായിരുന്നായിരുന്നു CBIയുടെ നിലപാട്. സുബീഷിന്റെ മൊഴി വിശ്വസിക്കാനാകില്ലെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയതാണെന്നുമായിരുന്നു CBIയുടെ വാദം. ഈ വാദം അടക്കം പൊളിയുന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2 വർഷം മുൻപ് BJP നേതാവുമായി കുപ്പി സുബീഷ് നടത്തിയ സംഭാഷണ ശകലങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കുപ്പി സുബീഷ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾ പേടിപ്പിക്കാൻ പോയതാണ്. ഫസൽ അപ്പോൾ സൈക്കിളിൽ പോവുകയായിരുന്നു. എന്നാൽ ഫസൽ ഭീകരനാണ്, ഭയങ്കരനാണ്, വല്ലാത്ത രീതിയിൽ ഞങ്ങളോട് പ്രതികരിച്ചു, ഞങ്ങളെ ചവിട്ടി എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. പ്രമീഷിന്റെ കയ്യിലുള്ള കൊടുവാൾ കൊണ്ട് ഞങ്ങൾ വെട്ടി, വീണ്ടും ഒന്നുകൂടി തിരികെ പോകാൻ നോക്കുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങൾ ഒന്നുകൂടി വെട്ടുകയായിരുന്നു. പിന്നീട് മരിക്കുന്നത് വരെ വെട്ടി. അതിനുശേഷം ഞങ്ങൾ ഒളിവിൽ പോയി. ഷിനോജ് അടക്കം ഉള്ള ആളുകൾ, പ്രമീഷും ഷിനോജും അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. എന്നാൽ പിന്നീട് സംഭവങ്ങൾ ആകെ മാറി മറിഞ്ഞു. CPIMന്റെ തലയിലേക്ക് കെട്ടിവെക്കുകയായിരുന്നു സംഭവങ്ങൾ. അതിനുശേഷം ഞങ്ങളുടെ സംഘടനക്കടക്കം ആത്മവിശ്വാസം ഉണ്ടായി. അതിനുശേഷമാണ് ആത്മവിശ്വാസം സംഘടനക്കടക്കം ഉണ്ടായത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് സംഘടന ഞങ്ങളോട് പറയുകയായിരുന്നു എന്നും സംഭാഷണത്തിൽ BJP നേതാവിനോടുള്ള സംഭാഷണത്തിൽ കുപ്പി സുബീഷ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സംഭാഷണ ശകലമാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. CBIയുടെ നിലപാട് പോലും തെറ്റാണ് എന്ന രീതിയിലുള്ള തെളിയിക്കുന്ന സംഭാഷണ ശകലമാണ്. 2 വർഷം മുൻപ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെ BJP നേതാവിനോട് കുപ്പി സുബീഷ് പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രജീഷ്. ശരി ജോഷില. പുതിയ മദ്യനയത്തെ അനുകൂലിച്ച ഷിബു ബേബി ജോണിന്റെ പിന്തുണയുമായി K മുരളീധരൻ UDFനെ ക്ലിഫ് ഹൗസിൽ നിന്നും കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചത് മദ്യനയമെന്നും K മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ വിമർശനം ഉന്നയിച്ചത് UDF യോഗത്തിൽ മദ്യനയത്തിൽ UDF എന്ത് തീരുമാനം കൈക്കൊണ്ടാലും അത് അംഗീകരിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, ഘടകകക്ഷി നേതാക്കന്മാർക്ക് പുറമെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കൂടി ഈ നയത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ UDF നയത്തെ എതിർത്തുകൊണ്ട് ശക്തമായ രംഗത്തെത്തുകയാണ്. മുരളീധരന്റെ വാക്കുകൾ. പ്രജീഷ്, ഒരുപക്ഷെ ഇത് വളരെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളൊരു കാര്യമാണ്. UDFൽ പൊതുവിൽ മുഴുവൻ ബാറുകളും അടച്ചുപൂട്ടുകയും ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുകയും ചെയ്യുക എന്ന UDF നയത്തോട് അത് ഏകപക്ഷീയമായി എടുത്തതാണ്. അത് അവധാനതകളില്ലാതെ എടുത്തുചാട്ടത്തോടുകൂടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാഷ്ട്രീയപരമായ തർക്കങ്ങളുടെ ഭാഗമായി തന്നെ എടുത്തതാണ് എന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ്, ഒരുപക്ഷെ അത് അത്തരമൊരു വിമർശനം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തൻ്റെ അഭിപ്രായം ഇന്നലെ നടന്ന UDF യോഗത്തിൽ K മുരളീധരൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിമർശനം ഇപ്രകാരമായിരുന്നു. ഇന്നലെ UDF യോഗത്തിന് മുൻപായി
ഷിബു ബേബി ജോണിൻ്റെതായി ഒരു അഭിപ്രായം പുറത്തു വന്നിരുന്നു. UDF മദ്യനയം പ്രായോഗികമല്ല, UDF മദ്യനയം പ്രായോഗികമല്ല, LDF ഇപ്പോൾ കൊണ്ടുവന്നതാണ് ശരിയെന്ന് ധ്വനി വരത്തക്ക രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ പുറത്തു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഷിബു ബേബി ജോണിന് പിന്തുണ അർപ്പിച്ചാണ് അദ്ദേഹം ഇന്നലെ UDF യോഗത്തിൽ കെ മുരളീധരൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: UDF മദ്യനയം എന്നത് അപ്രായോഗികമായിരുന്നു. UDF നടപ്പിലാക്കിയ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ലിഫ് ഹൗസിൽ നിന്നും UDF കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് എത്തേണ്ടി വന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഭവനത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഭവനത്തിലേക്ക് ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് എത്തേണ്ടി വന്നത് തികഞ്ഞ ഈ മദ്യനയം കാരണമാണ് എന്ന് അസന്നിഗ്ധമായി ഇന്നലത്തെ UDF യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. UDF മദ്യനയം എന്നത് രാമേശ്വരം ക്ഷൗരം പോലെയാണ് എന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെടുകയുണ്ടായി. പക്ഷേ തൻ്റെ അഭിപ്രായങ്ങൾ ഇതിൽ നിലനിൽക്കുമ്പോൾ തന്നെ UDF ഇതുമായി ബന്ധപ്പെട്ട് ഇനി സമരമാർഗങ്ങൾ ആലോചിക്കുക, അതിന് എല്ലാവിധമായ തൻ്റെ പിന്തുണയും ഉണ്ടാകും എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ഒരുപക്ഷെ കെ മുരളീധരൻ്റേത് കോൺഗ്രസിലെയോ UDFലെയോ ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം വ്യക്തിപരമായി മാധ്യമപ്രവർത്തകരുമായോ അല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണങ്ങൾ ജീവൻ മടങ്ങിയെത്ത മുരളീധരന്റെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിലുണ്ട്. മുരളീധരന്റെ വാക്കുകളിലേക്ക്. സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പ്രഥമ മന്ത്രിസഭയുടെ വാർഷികാഘോഷങ്ങൾ UDF ബഹിഷ്കരിക്കുകയാണ്. സ്ഥല MLA ആണ്ട ഞാനും ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കില്ല. ഇതിന് സമാധാനം പറയാത്ത പക്ഷം DGPയെ ഇവിടെ ഇനി വഴി നടക്കാൻ അനുവദിക്കണോ വേണ്ടേ എന്നുള്ളത് പാർട്ടിക്ക് തീരുമാനിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം കെ മുരളീധരൻ അദ്ദേഹം UDF യോഗത്തിൽ പ്രതികരിക്കുകയുണ്ടായി. നിലപാടിൽ ഒരു വിയോജിപ്പ് കൂടി അറിയിക്കുന്നു എന്ന വിശദാംശമാണ് ലഭിക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ ഒരു കക്ഷിയുടെ നേതാവ് പ്രതികരിച്ച് കണ്ടു ഫേസ്ബുക്കിലൂടെ. കോൺഗ്രസ് നേതാവായ D സുഗതൻ, INTUCയുടെ നേതാവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ വ്യത്യസ്ത നിലപാട് രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോഴൊക്കെ താങ്കൾ ഇന്നലത്തെ ചർച്ചയിൽ ടെലിഫോണിൽ പ്രതികരിച്ചത് ഇതൊക്കെ വ്യക്തിപരമായി മാത്രം കണ്ടാൽ മതി എന്നാണ്. കെ മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാരുടെയൊക്കെ വാക്കുകൾ ആ തലത്തിൽ മാത്രം നിൽക്കുന്നതാണോ ജോസഫ് വാഴക്കൻ? പാർട്ടിയുടെ തീരുമാനവും UDF തീരുമാനവും അതല്ല. ആ പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് രണ്ടഭിപ്രായക്കാരൊക്കെ ഉണ്ടായിരുന്നിരിക്കുക. ഏതായാലും 90% പാർട്ടിയുടെ ആളുകളുടെ അഭിപ്രായം അനുസരിച്ചാണ് പാർട്ടിയും മുന്നണിയും തങ്ങളുടെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത്. അതിനടിസ്ഥാനത്തിൽ അധാർമികമാണ് ഈ ഗവൺമെന്റ് നടത്തിയത്. ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് സീതാറാം യെച്ചൂരി ഉൾപ്പെടെ CPM നേതാക്കന്മാരുൾപ്പെടെ അടഞ്ഞു കിടന്ന ബാറുകളൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഘടകവിരുദ്ധമായി ഈ നാട്ടിൽ മദ്യനയം, കഴിഞ്ഞ ഗവൺമെന്റിന്റെ മദ്യനയം തുടരുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ മദ്യനയം ആയിരുന്നുവെങ്കിൽ അതെങ്കിലും അംഗീകരിക്കാൻ ഒരുപക്ഷെ ജനങ്ങൾക്ക് കുറെയെങ്കിലും സാധിച്ചേനെ. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ മദ്യം വിറ്റ് നിരത്തുക കേരളം മുഴുവൻ. അതെങ്ങനെയാണ് ശ്രീ ജോസഫ് വാഴക്കൻ മദ്യം ഒഴുക്കും എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഏകദേശം 94 അകത്ത് ഉള്ള ബാറുകൾ മാത്രം അല്ലെങ്കിൽ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. മാത്രമല്ല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ കണക്കുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഒക്കെ പരിശോധനയ്ക്ക് ശേഷമല്ലേ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു നയത്തിലേക്ക് ഇത് പൊളിച്ചെഴുതുമെന്ന് ജനപക്ഷത്തേക്ക് വെച്ച ശേഷമല്ലേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? എന്ത് പൊളിച്ചെഴുതുന്നത്? ഈ രീതിയിലുള്ള ഒരു മദ്യത്തിന് ഒഴുക്ക് ആരംഭിച്ചുകൊണ്ടല്ലോ, ഇങ്ങനല്ലല്ലോ പറഞ്ഞിരുന്നത്. നേതാക്കന്മാർ ഒരു വരി മാത്രം ഈ പ്രകടന പത്രികയിൽ എഴുതി വെക്കുകയും നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും മുഴുവൻ നേരെ തിരിച്ചുമായിരുന്നല്ലോ. കഴിഞ്ഞ ഒരു വർഷമായി വെച്ചിരുന്ന കണക്കുകൾ മുഴുവൻ തെറ്റാണ് എന്ന് ബിവറേജ് കോർപ്പറേഷന്റെ തെളിവുകൾ കണക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് അതിനെ ഖണ്ഡിക്കാൻ കഴിയും. പക്ഷെ അതല്ല ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. ഇപ്പൊ സുപ്രീം കോടതി കേരളത്തിലെ ഹൈവേകളിലുള്ള മുഴുവൻ ബാറുകളും നിരോധിച്ചിരിക്കുന്നതാണ്. 500 മീറ്റർ അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോ ഞാൻ കേൾക്കുന്നത് 500 മീറ്റർ അപ്പുറത്ത് അല്പം വൃത്തിയുള്ളൊരു മുറി ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ബാർ തുറന്നു കൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തോ ഒരു വിരോധാഭാസമാണ്. ഇത്രയും കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തീരുമാനം എടുക്കാൻ പാടില്ല. അങ്ങനെ ഇല്ലല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ. അതായത് ഒരു നിയമവ്യവസ്ഥയൊക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലൊക്കെ ഇല്ലേ നയപരമായ തീരുമാനങ്ങൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ ഒരു സർക്കാർ എടുക്കുകയുള്ളൂ? ഇല്ല, വൃത്തിയുള്ള മുറി ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് സുപ്രീം കോടതി വിധി കൊണ്ട് അടയ്ക്കപ്പെട്ട ബാറുകൾ പോലും പിൻവാതിലൂടെ തുറക്കും.
എന്നാണ് നമ്മൾ കണ്ടതാണല്ലോ. നാഷണൽ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലിന്റെ നിലപാട് എത്ര വലിയ വിരോധാഭാസമാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ 2 നാഷണൽ ഹൈവേകളാണ് NH-47 NH-17. അത് രണ്ടും നിലവിലില്ല എന്ന് പോലും കേരളത്തിന്റെ AG അതിനനുകൂലമായി അത്തരം വാദഗതിക്ക് അനുകൂലമായി നിയമോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു? മദ്യ ലോബിയുടെ ഒരു ശക്തി. സാങ്കേതിക പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കാനില്ലേ അവർക്ക്? തീർച്ചയായും അവർക്ക് അവരുടേതായ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ അടക്കം പറഞ്ഞോളൂ. ഗവൺമെന്റിന് എതിരായിട്ടുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടാകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള വഴിവിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കാരണം ഈ വിവിധ തലത്തിൽ കെ മുരളീധരൻ കൂടി UDF യോഗത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. കന്റോൺമെന്റ് ഹൗസിലേക്ക് UDF-നെ എത്തിച്ചത് മദ്യനയം കൊണ്ട് മാത്രമെന്നാണ് കെ മുരളീധരൻ അറിയിക്കുന്നത്. KM മാണിക്കെതിരെ കോൺഗ്രസ് മുഖപത്രത്തിന്റെ അതിരൂക്ഷ വിമർശനം. മാണിക്ക് രാഷ്ട്രീയം എക്കാലവും കച്ചവടമെന്ന വീക്ഷണത്തിൽ വിലയിരുത്തൽ. KM ജോർജ് നെഞ്ചുപൊട്ടി മരിച്ചത് KM മാണി കാരണമെന്നും രാഷ്ട്രീയ മര്യാദയും സത്യസന്ധതയും ഇല്ലാത്ത അപ്പോസ്തലനാണ് മാണിയെന്നും പത്രം വിമർശിക്കുന്നു. UDF 100 തവണ തോറ്റാലും മാണിയെ തിരികെ വിളിക്കരുതെന്നും പത്രം മുഖപ്രസംഗത്തിൽ പറയുന്നു. വിശദാംശങ്ങളുമായി TV പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, മാണിയെ കൈയൊഴിയുന്ന ഒരു തികഞ്ഞ നിലപാടിലേക്ക്, അതായത് കോൺഗ്രസിന്റെ നിലപാട് എന്ന തരത്തിലാണ് മുഖപ്രസംഗം വരുന്നത് വീക്ഷണത്തിൽ. അതിനുശേഷം MM ഹസൻ വാക്കുകളെ തിരുത്തിയെങ്കിൽ കൂടിയും നിലപാട് എന്താണെന്നുള്ള കാര്യം ബോധ്യമാണ്. KM മാണിയുടെ ക്യാമ്പിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ KM മാണിയുടെ പ്രതികരണത്തിനായി തന്നെ എല്ലാവരും വളരെ വസതിയിൽ കാത്തിരിക്കുകയാണ്. അതേസമയം പ്രതിച്ഛായ വെളിപ്പെടുത്തൽ മാണിയുടെ രാഷ്ട്രീയ സദാചാരത്തിന്റെ കാപഥ്യമാണ് വിളംബരം ചെയ്യുന്ന രീതിയിലുള്ള രൂക്ഷമായ പ്രശ്നമാണ് വീക്ഷണം ഉന്നയിച്ചിരിക്കുന്നത്. മുന്നണിക്കകത്ത് തർക്കിച്ചും വിലപേശിയും അനർഹമായ പലതും മാണി നേടിയിട്ടുണ്ട്. മാണിക്ക് രാഷ്ട്രീയ സത്യസന്ധതയും മര്യാദയും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ അപ്പോസ്റ്റലാണ് KM മാണിയെന്നും വീക്ഷണം വിമർശിക്കുന്നു. മാണിയുടെ വിഷക്കൊമ്പ് കൊണ്ട് കുത്തേൽക്കാത്ത ഒരു നേതാവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വീക്ഷണം തുറന്നടിക്കുന്നത്. ഒപ്പം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാപകൻ KM ജോർജ് മുതൽ PC ജോർജ് നേതാക്കളെ മാണി പലതരം കൃത്യങ്ങളിലൂടെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും വീക്ഷണം പറയുന്നു. മാണിക്ക് വേണ്ടി UDF-ന്റെ ഭാഗം തുറന്നിട്ടിരിക്കുക എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് മാണി കാത്തിരിക്കുന്നു. കോൺഗ്രസ് ചുമന്നത് കൊണ്ടാണ് മാണിക്ക് രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടായതെന്നും വീക്ഷണം ഉറപ്പിക്കുകയാണ്. നിരവധി നേതാക്കളുടെ ചോര വീശിയാണ് ജോസ് കെ മാണി അനന്തരാവകാശയെ മാണി വാഴിച്ചത്. മുന്നിൽ നിന്നും കൈകൂപ്പി വന്ദിച്ച് പിന്നിൽ നിന്നും കുത്തിമലർത്തുന്ന മാണി രാഷ്ട്രീയത്തിന് പ്രത്യേകം ഓർ പറയുന്നു. മാണി രാഷ്ട്രീയത്തിന് കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയും എല്ലാം തന്നെ ശിക്ഷപ്പെടേണ്ടി വരിക എന്ന രീതിയിൽ പറയുന്നു. ഒപ്പം KM മാണിയെ സംബന്ധിച്ച് KM മാണിക്ക് രാഷ്ട്രീയം എക്കാലവും കച്ചവടം തന്നെയാണ്. കവലയിൽ നിന്ന് വിലപേശുന്ന നേതാവാണ് മാണി എന്ന തരത്തിൽ രൂക്ഷമായിട്ട് വിമർശനമാണ് വീക്ഷണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം ഇതിനെ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ ഇതിനോട് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ പോലും KM മാണിയെ സംബന്ധിച്ച് വലിയൊരു തരത്തിലുള്ള ആക്രമണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. സംഘടിതമായിട്ടുള്ള ആക്രമണം തന്നെയാണെന്നാണ് മാണിയുടെ ക്യാമ്പ് വിലയിരുത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ KM മാണിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി പ്രശാന്ത്. വീക്ഷണം പത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കത്തോട് പാർട്ടി യോജിക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ പറഞ്ഞു. മുഖപ്രസംഗത്തിലെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായമല്ല. ഇത്തരമൊരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചതിൽ പാർട്ടി ഖേദം പ്രകടിപ്പിക്കുന്നതായും ഹസൻ വിശദീകരിച്ചു. UDF വിടാൻ കേരള കോൺഗ്രസ് കൈക്കൊണ്ട ഏകപക്ഷീയമായ തീരുമാനത്തോട് KPCCക്കും UDF-നുമുണ്ടായ അഭിപ്രായം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ KM മാണി സ്വീകരിച്ച വഞ്ചനാപരമായ നിലപാടിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തോട് KPCC ശക്തമായ അമർഷവും അതൃപ്തിയും പ്രകടിപ്പിച്ചതെന്നും MM ഹസൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഖത്തർ ഉടൻ നിർത്തലാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഖത്തർ അമീറിനെ ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും പ്രതികരിക്കാൻ ഖത്തർ തയ്യാറായിട്ടില്ല. അതേസമയം ഭീകരരായി UAE പ്രഖ്യാപിച്ച വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ UAE നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിലെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഖത്തർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്ന പരാതി തന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ ഉയർന്നതായി ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ ഇടപെടൽ. ഖത്തറുമായി ബന്ധമുള്ള 59 വ്യക്തികളെയും 12 സ്ഥാപനങ്ങളെയും ഭീകരരായി UAE പ്രഖ്യാപിച്ചതിനു പിറകെ
ഈ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും UAE നിർദ്ദേശം നൽകി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കാണ് UAE സെൻട്രൽ ബാങ്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭീകരരായി പ്രഖ്യാപിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും സെൻട്രൽ ബാങ്ക് നിർദ്ദേശമുണ്ട്. UAEയിൽ പ്രവർത്തിക്കുന്ന 6 ഖത്തറി ബാങ്കുകളോടുള്ള ഇടപാടുകളിൽ സൂക്ഷ്മത പുലർത്താനും സെൻട്രൽ ബാങ്ക് UAE ബാങ്കുകളോട് നിർദ്ദേശിച്ചു. ഖത്തർ ഇസ്ലാമിക് ബാങ്ക്, ഖത്തർ ഇന്റർനാഷണൽ ഇസ്ലാമിക് ബാങ്ക്, വർബ ബാങ്ക്, മസ്റഫ് അൽ റയാൻ, ഖത്തർ നാഷണൽ ബാങ്ക്, ദോഹ ബാങ്ക് എന്നീ ബാങ്കുകളാണ് UAEയിൽ പ്രവർത്തിക്കുന്ന ഖത്തർ ബാങ്കുകൾ. സൗദി, UAE, ഈജിപ്ത്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഖത്തറുമായി ബന്ധമുള്ള 59 വ്യക്തികളെയും 12 സ്ഥാപനങ്ങളെയും ഭീകരരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡ് നേതാവ് യൂസഫ് അൽ ഹറാദബി ഉൾപ്പെടെയുള്ളവർ പട്ടികയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ദുബായ്. കർഷക പ്രക്ഷോഭം തണുപ്പിക്കുക ലക്ഷ്യം വെച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്ത് കർഷക പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിച്ചു. അതിനിടെ മധ്യപ്രദേശിൽ കർഷകർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ കർഷകർ പ്രക്ഷോഭം തുടങ്ങി. വിശദാംശങ്ങളുമായി മനുശങ്കരൻ ചേരുന്നു. മനു, ഇരേത് വേട്ടക്കാരൻ ഏത് എന്ന ഒരുപക്ഷെ സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി കൂടി ഇന്ന് നിരാഹാര സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും ഇറങ്ങുക? ഏത് സാഹചര്യമാണ്, വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രധാനമായും താങ്ങുവില ഉറപ്പു നൽകുക, അതോടൊപ്പം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തിയിരുന്ന പ്രക്ഷോഭം അതിശക്തമായി മാറുകയും 8 ദിവസം പിന്നിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ ഒരു നീക്കവുമായി BJP സർക്കാർ ഇപ്പോൾ മധ്യപ്രദേശിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തെ ക്രമസമാധാന നില തകർന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത് തകരുന്നതിന് കാരണക്കാരായത് പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ്. ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് ആയുധമായി കർഷകരെ ലഭിച്ചിരിക്കുന്നു എന്നാണ് BJP സർക്കാർ ആരോപിക്കുന്നത്. അതിനാൽ തന്നെ ഈ കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ച് കർഷകർ നടത്തുന്ന നാടകത്തിനെതിരെ മുഖ്യമന്ത്രി നിരാഹാരം ഇരിക്കുന്നു എന്നാണ് ശിവരാജ് സിംഗ് ചൌഹാൻ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം മധ്യപ്രദേശിൽ നിരാഹാരം ഇരിക്കുമെന്നും സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തിരികെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന വിചിത്രമായ ഒരു സമരത്തിലേക്കാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കടക്കുന്നത്. കർഷക പ്രക്ഷോഭം ശക്തമാവുകയും മൻസൂറിലടക്കം വലിയ പ്രതിഷേധത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. പോലീസ് നടത്തിയ വെടിവയ്പിൽ 6 കർഷകർ കൊല്ലപ്പെട്ടിരുന്നു. 6 കർഷകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും BJP സ്വീകരിച്ചിരുന്ന നിലപാട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കർഷകർ നടത്തുന്ന നാടകമാണിത്. അതിനാൽ തന്നെ ഇത് അനുനയിപ്പിക്കാൻ ഉള്ള മറ്റൊരു നീക്കവുമായാണ് ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം RSSുമായി അനുകൂല കർഷക സംഘടനയെ മാത്രം മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരുന്നു. ഇത് തന്നെ കർഷക സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കമാണെന്ന് മറ്റു കർഷക സംഘടനകൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഈ കൊല്ലപ്പെട്ട കർഷകരുടെ ക്കെതിരെ പോലീസ് നടത്തിയ വെടിവയ്പുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന് ഉത്തർപ്രദേശിലെ കർഷക സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപ്രകാരം ഉത്തർപ്രദേശിൽ പലയിടങ്ങളിലും കർഷക പ്രക്ഷോഭം ആരംഭിച്ചിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിലും ഈ പച്ചക്കറിയും മറ്റുമായി പോകുന്ന വണ്ടികൾ തടയുകയും കർഷകർ സംസ്ഥാന പാതകൾ ഉപരോധിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു കർഷകൻ കൂടി മധ്യപ്രദേശിൽ കൊല്ലപ്പെട്ടു. ഇയാളെയും പോലീസ് ആക്രമിച്ച് കൊന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കോൺഗ്രസ് പിന്തുണയോടെ കർഷകർ നാടകം നടത്തുന്നു, അത് അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാന നില തിരികെ കൊണ്ടുവരുന്നതുവരെ നിരാഹാരം നടത്തും എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നിരാഹാര സമരം മധ്യപ്രദേശിൽ ആരംഭിക്കും. പ്രജീഷ്. ശരി. NDTVക്കെതിരായ CBI നടപടിക്കെതിരെ ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രതിഷേധ സംഗമം. എതിർ സ്വരങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂട നീക്കം അനുവദിക്കാനാകില്ലെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. ICICI ബാങ്കിൽ നിന്ന് 48 കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് കാട്ടിയാണ് കഴിഞ്ഞ ദിവസം NDTV സഹോടമ പ്രണോയ് റോയിയുടെയും ഭാര്യ രാധിക റോയിയുടെയും വസതികളിൽ CBI പരിശോധന നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്താലുള്ള NDTVക്കെതിരായ CBI നടപടിക്കെതിരെ ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ കുൽദീപ് നയ്യാർ, മുൻ കേന്ദ്രമന്ത്രിയും മാധ്യമപ്രവർത്തകനുമായ അരുൺ ഷൂരി, മുതിർന്ന നിയമജ്ഞൻ ഫാലിയസ് നരിമാൻ തുടങ്ങി മാധ്യമ രാഷ്ട്രീയ നിയമരംഗങ്ങളിലെ പ്രമുഖർ പ്രതിഷേധ സംഗമത്തിനെത്തി. എതിർ സ്വരങ്ങളുടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും മേലുള്ള അധിനിവേശമാണ് മോദി സർക്കാരിന്റെ കീഴിൽ 3 വർഷമായി നടക്കുന്നതെന്ന് അരുൺ ഷൂരി അഭിപ്രായപ്പെട്ടു. ഒരു മാധ്യമത്തെ തകർക്കാൻ മറ്റൊരു മാധ്യമത്തെ ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നതെന്നും അരുൺ ഷൂരി കൂട്ടിച്ചേർത്തു.
NDTVക്കെതിരായ നീക്കം എല്ലാ മാധ്യമങ്ങൾക്കുമുള്ള അപായ സൂചനയാണെന്ന് NDTV സഹോടമ പ്രണോയ് റോയ് ചൂണ്ടിക്കാട്ടി. പ്രതികരിക്കാതെ ചുരുണ്ടുകൂടിയാൽ ഇത്തരം ഭരണകൂട ഭീകരത നാളെ എല്ലാവരെയും തേടി വരുമെന്ന് പ്രണോയ് റോയ് കൂട്ടിച്ചേർത്തു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുകയിൽ കാലതാമസം വരുത്തുകയും അവരെ വഴിയാധാരമാക്കുകയും ചെയ്യുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ നിലപാട് അനുവദിക്കാനാകില്ലെന്ന് ഫിഷറീസ് മന്ത്രി ജമേഴ്സി കുട്ടിയമ്മ. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം ജില്ലയിലെ ഹാർബറുകളുടെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി തുറമുഖ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവർക്കും അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാത്ത സ്ഥിതി ഗുരുതരമാണെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തുറമുഖ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്ഥലവും തൊഴിൽ മേഖലയും കൈമാറിയത് വഴി മീൻപിടുത്തക്കാർക്ക് പോർട്ട് ട്രസ്റ്റ് നൽകാനുള്ളത് 2 കോടിയിലധികം രൂപയാണ്. 2009 നൽകേണ്ടിയിരുന്ന തുകയിൽ 248 കുടുംബങ്ങൾക്ക് ഇതുവരെ നൽകിയത് 27 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി തുകയുടെ കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ജൂൺ മാസം തന്നെ പോർട്ട് ട്രസ്റ്റ് ചെയർമാനും സെക്രട്ടറിയും കൂടെ ചേർന്നൊരു യോഗം വിളിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് വർഷങ്ങളായി ഭൂമി ഏറ്റെടുത്തിട്ട് കാശ് കൊടുക്കാത്ത പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. ഇല്ല എങ്കിൽ ലീഗലായ ആക്ഷനിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതമാകും എന്നത് അവരെ അറിയിച്ചുകൊണ്ട് പണം കൊടുക്കാനുള്ള നടപടി ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചത്. എല്ലാ ട്രോളേഴ്സും നിരോധിച്ചിരിക്കുകയാണ്. ട്രഡീഷണൽ ഫിഷർമെൻ മാത്രമേ ഈ പീരീഡിൽ പലാജിക് മത്സ്യം മാത്രം ഉപരിതല മത്സ്യമേ പിടിക്കാൻ പാടുള്ളൂ. അല്ല, ട്രോളിംഗ് നിരോധിച്ചു. സംസ്ഥാനത്തെ മീൻപിടുത്തക്കാരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ പ്രധാന പരിഗണന നൽകുന്നുണ്ടെന്നും ചെല്ലാനം അടക്കമുള്ള എറണാകുളം ജില്ലയിലെ ഹാർബറുകളുടെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് ദളിത് വിദ്യാർത്ഥിനികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി IPC 305 പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സൂപ്രണ്ട് CWC ചെയർപേഴ്സൺ എന്നിവർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണങ്ങൾ ഉള്ളതിനാൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം അറിയിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കൊല്ലം ഇഞ്ചവിളയിൽ ജീവനൊടുക്കിയ ദളിത് കുട്ടികളുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആഫ്റ്റർ കെയർ ഹോമിലെ സൂപ്രണ്ട് തല്ലിയതായി പറയുന്നതിന്റെയും വീട്ടിൽ പോകാൻ CWC ചെയർപേഴ്സൺ തങ്ങളെ അനുവദിച്ചില്ലെന്ന ആരോപണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് IPC 305 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തി അന്വേഷണം ആരംഭിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടുന്ന ഡയറിക്കുറിപ്പിൽ തങ്ങൾ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഇരുവരും പറയുന്നു. അതേസമയം താൻ കഴിഞ്ഞ 10 ദിവസമായി അവധിയിലായിരുന്നുവെന്നും സ്വന്തം മക്കളെ പോലെയാണ് കുട്ടികളെ സംരക്ഷിക്കുന്നതെന്നും സൂപ്രണ്ട് ഷൈനി പീപ്പിൾ TVയോട് പറഞ്ഞു. നിയമപ്രകാരം കുട്ടികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് അനുവാദം നൽകാതിരുന്നതെന്ന് കോമളകുമാരിയും അറിയിച്ചു. അങ്ങോട്ടും നല്ല സ്നേഹമാണ്, ഇങ്ങോട്ടും വളരെ ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് നമുക്കറിയാൻ പറ്റില്ല ആ കുട്ടിയുടെ ഉള്ളിൽ വല്ലതും കൊണ്ടുവന്നു. ആ കുട്ടി എപ്പോഴും നല്ല ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷമാണ് അത് പോണില്ല എന്ന് തീരുമാനിച്ചത്. പിന്നെ എപ്പോഴും ആ മരിക്കുന്നതിൻ്റെ അന്ന് പോലും ഇവർ എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ട് സംസാരിച്ചു നിന്ന കുട്ടിയായിരുന്നു. ആഫ്റ്റർ കെയർ ഹോമിലെ അന്തേവാസികളായ കുട്ടികളുടെ രക്ഷിതാക്കളുടെ യോഗം സാമൂഹ്യനീതി വകുപ്പ് വിളിച്ചിരുന്നു. ചില കുട്ടികൾ രക്ഷകർത്താക്കൾക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. സൂപ്രണ്ട് CWC ചെയർപേഴ്സൺ എന്നിവർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണങ്ങൾ ഉള്ളതിനാൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം അറിയിച്ചു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 10 ദിവസത്തിനകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനംതിട്ട കോന്നിയിൽ ഒഴുക്കിൽപ്പെട്ട് കുട്ടി മരിച്ച സംഭവത്തിൽ വീടിനടുത്തുള്ള പാറമടയ്ക്കെതിരെ പരാതിയുമായി കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത്. പാറമടയിൽ കെട്ടിനിന്ന മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടതിനാലാണ് കുട്ടി ഒഴുകിപ്പോകാൻ കാരണമെന്നാണ് മരിച്ച ആദിദേവിന്റെ അച്ഛൻ പറയുന്നത്. ആദിദേവിന്റെ ചിരിയും കളിയുമില്ലാത്ത ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ കയറി ചെന്നത്. പണി പൂർത്തിയാകാത്ത വീട്. വീട്ടിൽ അച്ഛൻ ജിനുവും ഭാര്യ വിദ്യയും മറ്റു കുടുംബാംഗങ്ങളും മാത്രം. വീടിനെ ചുറ്റി ആദിദേവിനെ കവർന്നെടുത്ത ശേഷം ശാന്തമായി ഒഴുകുന്ന തോട്. എന്നും ആദിദേവ് കൂടെ കളിക്കാറുള്ള നായ ഇപ്പോൾ മുഴുവൻ സമയവും തോട്ടിലേക്ക് നോക്കി തന്നെ ഇരിപ്പാണ്. ആദിദേവ് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടപ്പോൾ നായ കുരച്ചുകൊണ്ട് വീട്ടിലോടിച്ചെന്ന് നിലത്തുരുണ്ടുമറിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കി വീട്ടുകാർ തോട്ടിലേക്ക് ഓടിച്ചെന്നിരുന്നു. അപ്പോഴേക്കും തോട്ടിലെ വെള്ളം കുഞ്ഞിനെയും കൊണ്ട് ഓടിമറഞ്ഞു. ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന തോട് മഴ പെയ്യുമ്പോൾ അതിന്റെ രൗദ്രഭാവം കാണിക്കും. മലമുകളിലെ പാറമടയിൽ സംഭരിക്കുന്ന വെള്ളം മഴ പെയ്യുമ്പോൾ ഈ തോട്ടിലേക്ക് ഒഴുകി വരുന്നതാണ്. തോട്ടിൽ ആ സമയത്ത് ശക്തമായ ഒഴുക്കുണ്ടാവാൻ ആദിദേവിന്റെ കുടുംബം പറയുന്നു. നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പം വെള്ളം കൂടും മലയെന്നുള്ളത്. അതിൻ്റെ കൂടെ അവർ ആ പാറയിലുള്ള വെള്ളം കൂടെ ഇറക്കി വിടുമ്പോൾ ഈ
പാറപ്പൊടി കഴുകി വിടുന്ന വെള്ളമാണ്, അതുപോലാണ് ഇതിലെ വരുന്നത്. അന്നേരം വെള്ളം കൂടും. അന്നേരം നല്ല ഒഴുക്കാണ്, ഈ അടിയൊഴുക്കാണ് മൊത്തം. പാറമടയിൽ നിന്നും തോട്ടിലൂടെ വരുന്ന വെള്ളത്തിൽ കെമിക്കലും പാറപ്പൊടിയുടെ അവശിഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാവുകയെന്നും അത് ഈ കുടുംബങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. തോട്ടിൽ 2-3 സ്ഥലങ്ങളിൽ പാറമട അധികൃതർ കുഴിയെടുത്ത് മലിനജലം ശേഖരിക്കാറുണ്ടെന്നും മഴ പെയ്യുമ്പോൾ തോട്ടിലൂടെ ആ ജലമാണ് ഒഴുകി വരാറുള്ളതെന്നുമാണ് ഇവർ പറയുന്നത്. കൃത്യമായി ഒരു വഴി പോലും ഈ വീട്ടിലേക്ക് പോകാനില്ലാത്തതിനാൽ തോട്ടിലൂടെ തന്നെ നടന്നു മാത്രമേ ഇവർക്ക് വീട്ടിലെത്താനാകൂ. ഇവിടെ വെച്ചാണ് പാറമടയിൽ നിന്നും തുറന്നുവിട്ട വെള്ളത്തിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമെല്ലാം അസ്ഥാനത്തായി പോയത്. പാറമടയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുട്ടിയുടെ കുടുംബം തയ്യാറാകുന്നതും. കോന്നിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഈ അധ്യയന വർഷം 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാലയങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിനു ശേഷമാണ് ഈ നേട്ടം കൈവരിക്കാൻ ആയത്. 1-ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ ചേരുന്നതിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ 12,198 കുട്ടികളും 2 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ 1,45,208 വിദ്യാർത്ഥികളുടെയും വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 6ാം പ്രവൃത്തി ദിനത്തിൽ IT സ്കൂളിന്റെ സമ്പൂർണ്ണ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥിതിവിവര കണക്കിലാണ് ഈ വർധനവ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ സർക്കാർ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിലേക്ക് 4,512 വിദ്യാർത്ഥികളുടെ വർധനവുണ്ടായപ്പോൾ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1,122 വിദ്യാർത്ഥികളുടെ കുറവുണ്ടായി. മുൻവർഷങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ നേരിട്ട് വന്ന വിദ്യാർത്ഥികളുടെ കുറവ് കണക്കാക്കുകയാണെങ്കിൽ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ കുറവാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഈ വർഷം 20,837 കുട്ടികളുടെ കുറവ് മാത്രമാണ് പൊതുവിദ്യാലയത്തിൽ ഉണ്ടായിരിക്കുന്നത്. LDF സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ പരിപാടികൾ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. GST നികുതി സംവിധാനം കണ്ണൂർ ആസ്ഥാനമായ ദിനേശ് BD സഹകരണ സംഘത്തെ പ്രതിസന്ധിയിലാക്കും. താങ്ങാനാകാത്ത നികുതി ഭാരമാണ് GST ദിനേശ് BD സഹകരണ സംഘത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു. നികുതി ഭാരം ഇരട്ടിയാകുമെന്നതിനാൽ സർക്കാരിന്റെ പ്രത്യേക പരിഗണനയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ സ്ഥാപനം. തൃശ്ശൂർ ഇപ്പോഴത്തെ 14% വാറ്റിൽ നിന്ന് 28%മായാണ് GST നിലവിൽ വരുമ്പോൾ BD വ്യവസായത്തിൽ നൽകേണ്ടി വരുന്ന നികുതി നിരക്ക്. സഹകരണ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദിനേശ് BD വ്യവസായത്തിന് ഒരു വിധത്തിലും താങ്ങാനാവുന്നതല്ല ഈ നികുതി ഭാരമെന്ന് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു. 1969 ദിനേശ് BD ഉൽപ്പാദനം സഹകരണ മേഖലയിൽ തുടങ്ങിയത്. 40,000 തൊഴിലാളികളുടെ എണ്ണം. BD വിപണിയിലെ പ്രതിസന്ധി ദിനേശിനെയും ബാധിച്ചു. ഇപ്പോൾ തൊഴിലാളികളുടെ എണ്ണം 6,000 ചുരുങ്ങി. ഇതിനിടയിലാണ് 2014-15 വർഷത്തിൽ 14% വാറ്റ് UDF സർക്കാർ ഏർപ്പെടുത്തിയത്. അതുവരെ എക്സൈസ് ഡ്യൂട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതിമാസം 80 ലക്ഷം രൂപയാണ് വാറ്റിനത്തിൽ ദിനേശ് BD സഹകരണ സംഘം സംസ്ഥാന സർക്കാരിന് നൽകുന്നത്. LDF സർക്കാർ 8 കോടിയോളം രൂപ ഗ്രാന്റായി തിരിച്ചു നൽകിയതിനാൽ പ്രതിസന്ധി ഒഴിവായി. GST 28% ഉയരുന്നതോടെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് ദിനേശ് BD നീങ്ങുമെന്ന് ചെയർമാൻ C. രാജൻ പറഞ്ഞു. 14% പോയി ഇപ്പോൾ 28% GST ആണ് കേന്ദ്ര ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം ഏകദേശം ഒരു 1.5 കോടി രൂപ ടാക്സ് ആയിട്ട് ഞങ്ങൾ കണ്ടെത്തേണ്ടി വരും. അത്രയും കണ്ടെത്തണമെങ്കിൽ ബീഡിയുടെ വില ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും. ബീഡിയുടെ വില ഒരു 50% എങ്കിലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അത്രയും വർദ്ധിപ്പിക്കുമ്പം വിപണിയിൽ മത്സരിക്കാൻ പ്രയാസം. കൃത്യമായി കണക്ക് കാണിച്ച് നികുതി നൽകുന്ന ദിനേശ് BDക്ക് ഈ സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയോട് മത്സരിക്കാനാകില്ല. സർക്കാരിൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നതായി ചെയർമാൻ പറഞ്ഞു. UDF ഗവൺമെൻറ് തന്നെ അങ്ങനെ തരാമെന്നൊരു ധാരണയുണ്ടായിരുന്നു. LDF ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം തന്നെ ബഡ്ജറ്റിൽ അതിന് പ്രൊവിഷൻ വെക്കുകയും ഞങ്ങൾക്കിപ്പോൾ 8 കോടി രൂപ തരികയും ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ പ്രതിസന്ധി എങ്ങനെ ബാധിക്കുന്നത് നമുക്ക് കണ്ടറിയേണ്ടി വരും. BD വ്യവസായത്തിലെ പ്രതിസന്ധി വൈവിധ്യവൽക്കരണത്തിലൂടെയാണ് ദിനേശ് BD സഹകരണ സംഘം മറികടന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള 19ാമത് EMS സ്മൃതി ജൂൺ 13, 14 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കും. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമകാലീന വായന എന്ന വിഷയത്തിൽ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ദേശീയ സംവാദം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. സോഷ്യലിസത്തിലേക്കുള്ള പാത, സാമ്രാജ്യത്വത്തിന്റെ വർത്തമാനം, കേരള ബദലിന്റെ യുക്തിയും ശക്തിയും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ അവതരിപ്പിക്കും. സമാപന സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. EMS സ്മൃതി സംഘാടക സമിതി ചെയർമാൻ K. രാധാകൃഷ്ണൻ, പ്രൊഫസർ M. മുരളീധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
മലപ്പുറം പകർച്ചപ്പനി ഭീതിയിൽ ഈ വർഷം 14 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് മരിച്ചത്. ജൂൺ മാസത്തിൽ മാത്രം 13,858 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. ഡെങ്കിയും മഞ്ഞപ്പിത്തവുമാണ് മലപ്പുറത്തെ ആരോഗ്യത്തിന് വെല്ലുവിളിയുയർത്തുന്നത്. ഈ വർഷത്തിൽ മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച് 6 പേരും ഡെങ്കിപ്പനി പിടിപെട്ട് 8 പേരും മരിച്ചു. 37 പേർ ഇതുവരെ മഞ്ഞപ്പിത്തം പിടിപെട്ട് ആശുപത്രികളിലെത്തി. ഡെങ്കിപ്പനി പിടിപെട്ട് 896 പേർ ചികിത്സ തേടിയതിൽ 78 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിനെല്ലാം പുറമെ വൈറൽ പനിയും ജില്ലയിൽ പടരുന്നുണ്ട്. 45,767 പേർ ഇതുവരെ വിവിധ ആശുപത്രികളിൽ ചികിത്സക്കെത്തി. 13,868 പേർ ജൂൺ മാസത്തിൽ മാത്രം ചികിത്സ തേടി. ഇതിനിടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ രണ്ട് കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ചികിത്സ തേടണം. അതോടൊപ്പം പനി വരാതിരിക്കാൻ ഈ കൊതുകിന്റെ സാന്ദ്രത കുറയ്ക്കാൻ നമ്മൾ കൂട്ടായിട്ടുള്ളൊരു യത്നമാണ് വേണ്ടത്. വീടുകളിലുള്ള സോഴ്സുകൾ, ഉറവിടങ്ങൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പഴകിയതും തണുത്ത ഭക്ഷണങ്ങളും കഴിക്കരുതെന്നും പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്ത ബാധിതർ മറ്റു പല ചികിത്സകളിലേക്ക് പോകുന്നത് അപകടം വരുത്തുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വടക്കൻ മലബാറിന്റെ രുചിക്കൂട്ട് ഇടുക്കി എന്ന മലയോര ജില്ലയുടെ ശീലമാക്കാൻ പഠിപ്പിക്കുകയാണ് ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ. തൊടുപുഴയിലെ അല്ലമീൻ കുടുംബശ്രീ യൂണിറ്റാണ് റംസാനിലെ നോമ്പുതുറ വിഭവമായ അരിപ്പത്തിരിയുടെ രുചിഭേദം നാട്ടുകാർക്ക് വിളമ്പുന്നത്. വടക്കൻ മലബാറിലെ റംസാൻ വ്രതാനുഷ്ഠാന കാലത്തെ നോമ്പുതുറ വിഭവങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് അരിപ്പത്തിരിക്ക്. എന്നാൽ ഇങ്ങ് മലയോര ദേശത്തിന്റെ മടിത്തട്ടായ തൊടുപുഴയിൽ അരിപ്പത്തിരിയുടെ കൊതിയൂറും രുചിക്കൂട്ട് തയ്യാറാക്കുന്നത് കുടുംബശ്രീയിലെ ഒരു കൂട്ടം കുടുംബിനികളാണ്. സ്വന്തം കുടുംബത്തിന് കൈത്താങ്ങാവുന്നതിനായി തോന്നിയ ആശയത്തിൽ നിന്നാണ് പെരുമ്പിള്ളിച്ചിറയിലെ അല്ലമീൻ പത്തിരി യൂണിറ്റിന്റെ പിറവി. ആദ്യഘട്ടത്തിൽ പരമ്പരാഗത രീതിയിൽ കൈകൊണ്ട് പത്തിരി നിർമ്മാണം ആരംഭിച്ച ഇവർ ഇന്ന് യന്ത്രസഹായത്തോടെ സമൂഹ നോമ്പ് തുറയ്ക്കും വീടുകളിലേക്കും ഒക്കെയായി 10,000 മുതൽ 20,000 വരെ അരിപ്പത്തിരികൾ എത്തിക്കുന്നു. 3 ലക്ഷം രൂപ വായ്പയെടുത്തു തുടങ്ങിയ സംരംഭം വിജയത്തിലെത്തി നിൽക്കുമ്പോഴും ചില പരിഭവങ്ങളും ഇവർ പങ്കുവയ്ക്കുന്നു. ഇതുവരെ കിട്ടേണ്ട ആനുകൂല്യം അല്ല, ഞങ്ങൾ അവകാശം വരെയായ സബ്സിഡി ഞങ്ങൾക്ക് ഇതുവരെ 3 വർഷം പിന്നിട്ടു. ഇത് തുടങ്ങിയിട്ട് ഇതിപ്പം 4ാമത്തെ വർഷമാണ്. ഒരു 4 മാസത്തിനകം, അത് 1 വർഷത്തിന്റെ ഉള്ളിൽ സബ്സിഡി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം 3 വർഷം പിന്നിട്ടപ്പോഴും ഞങ്ങൾക്ക് ഇപ്പം ഒരു ആനുകൂല്യം കുടുംബശ്രീന്റെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അരിപ്പത്തിരിക്ക് ആവശ്യം ഏറുന്നതോടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വവും വർദ്ധിക്കുന്നുവെന്നതാണ് ഇവരുടെ സന്തോഷം. എന്തായാലും ഇത്തവണ അല്ലമീനിൽ നിന്നും പത്തിരി വാങ്ങിയവർ അടുത്ത റംസാൻ കാലത്തും ഇവിടെ ക്യൂവിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേദി തീരുമാനിച്ചു. ഈ മാസം 17-ന് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഉദ്ഘാടന വേദി നിശ്ചയിച്ചത്. ഉദ്ഘാടന സമയം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ വിവരം നൽകും. ഉദ്ഘാടന ദിവസം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തേക്കും. കൊച്ചി മെട്രോയിലെ പ്രധാന പ്രത്യേകതയാണ് സ്റ്റേഷന്റെ പേരുകൾ എഴുതി കാണിക്കുന്ന ഡിസ്പ്ലേ ബോർഡ്. സ്റ്റേഷനിലും ട്രെയിനിനകത്തും യഥേഷ്ടം ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രികന് എത്തേണ്ട സ്ഥലം സംശയമില്ലാതെ കണ്ടുപിടിക്കാൻ ഇത് ഏറെ സഹായകമാണ്. പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ആദ്യമായി യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ള ആധിയാണ് സ്ഥലം എത്താറായോ അതോ കഴിഞ്ഞുപോയോ, ഇനി എത്ര ദൂരമുണ്ട്? ഈ വിധ സംശയങ്ങൾക്കെല്ലാം ഈ ഡിസ്പ്ലേ ബോർഡുകൾ മറുപടി നൽകുന്നു. കൊച്ചി മെട്രോയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ഡിസ്പ്ലേ. ഇതിൽ സ്റ്റേഷനുകളുടെ പേരുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നിട്ട സ്റ്റേഷനുകളെല്ലാം തന്നെ ചുവപ്പ് നിറത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന സ്റ്റേഷനുകളാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ ഏറ്റവും അടുത്ത 4 സ്റ്റേഷനുകളുടെ പേരുകളും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പിന്നിട്ടവ വീണ്ടും ചുവപ്പ് നിറത്തിലാണ് പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഓരോ സ്റ്റേഷനിലും റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റേഷനിൽ തന്നെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന മാപ്പിൽ മെട്രോ സ്റ്റേഷനുകളുടെ സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ബോർഡിന് പുറമെ ട്രെയിനിനുള്ളിൽ സ്റ്റേഷൻ അറിയിച്ചുകൊണ്ടുള്ള പ്രത്യേക അനൗൺസ്മെന്റും മെട്രോയെ കൂടുതൽ ആകർഷകമാക്കുന്നു. മുട്ടം AFC ഗേറ്റിലൂടെയുള്ള സുഗമമായ യാത്രയ്ക്കായി
നിങ്ങളുടെ ടിക്കറ്റുകൾ തയ്യാറാക്കി വെക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പഠനത്തിൽ മികവ് കാട്ടിയവർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മികച്ച ക്ലാസ്. എങ്ങനെ ചിന്തിക്കണം, എന്ത് ചെയ്യണം എന്നിവ സംബന്ധിച്ച് മന്ത്രി രവീന്ദ്രനാഥ് നടത്തിയ പ്രഭാഷണം വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശമായി മാറി. മികച്ച വിജയം നേടിയ കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി ചെറുവത്തൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മന്ത്രി. 10ാം ക്ലാസ്സിലും +2വിലും പരീക്ഷകൾ വിജയിക്കാൻ കാണിച്ച ജാഗ്രത ജീവിത പരീക്ഷകളിലും ഉണ്ടാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ഈ പരീക്ഷകളെക്കാൾ കടുത്തതാണ് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ. അപ്പോഴും A+ വിജയം തന്നെ കൈവരിക്കണം. പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടുന്ന A+ തുടർ പഠനത്തിലൂടെയും തുടർ ഇടപെടലിലൂടെയും ജീവിതത്തിന്റെ A+ ആക്കി മാറ്റണം. അതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. കേവലം പരീക്ഷയിലെ A+ കൊണ്ട് മാത്രം ജീവിതത്തിന്റെ A+ കിട്ടിക്കോളണം എന്നില്ല. നിരവധി മേഖലകളിൽ ഇനിയും A+കൾ കിട്ടിയാലേ ജീവിതത്തിന്റെ A+ ആയിട്ട് മാറുള്ളൂ. എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാകണമെന്ന് നിർബന്ധം പിടിക്കരുത്. എല്ലാ വിഷയത്തിനും തുല്യ പ്രാധാന്യമാണുള്ളത്. നന്നായി വിജയം കൈവരിച്ചാൽ ഏത് വിഷയമെടുത്താലും നല്ല തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. +2 പാസ്സായി ചിലർക്ക് എഞ്ചിനീയർ ആണെന്നുണ്ടാവും, ചിലർക്ക് ഡോക്ടർ ആകണമെന്നുണ്ടാവും, ചിലർക്ക് മറ്റെന്തെങ്കിലും ആവണമെന്നൊക്കെ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ചത് തുടർന്നുള്ള പഠനത്തിന് വഴി ഒരുക്കിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് പലതും കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഉന്നത പഠനം എന്ന് പറഞ്ഞ് ഏത് മേഖല തിരഞ്ഞെടുത്താലും അതിന് തുല്യമായ സ്ഥാനവും തുല്യമായ സാധ്യതയും ഉണ്ട് എന്ന് തിരിച്ചറിയാം. +2 കഴിഞ്ഞുള്ള പഠനം ആഴത്തിലുള്ളതാണ്. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് മുത്ത് കണ്ടെടുക്കുന്നത് പോലെയാണിത്. ആഴത്തിലുള്ള പഠനം ഉന്നത ബിരുദങ്ങളായി തിരിച്ചു ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും മുഴുവൻ മാർക്കും നേടിയവരെയും മികച്ച വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ മന്ത്രി രവീന്ദ്രനാഥ് അനുമോദിച്ചു. M. രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനുശേഷം അതിന്റെ നടപടിക്കായി അദ്ദേഹം പ്രസംഗിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. आदरणीय सीतारमण जी, भारतीय जनता पार्टी के राष्ट्रीय उपाध्यक्ष और सांसद आदरणीय प्रभात जी, केंद्रीय मंत्रिमंडल के सभी साथी मंत्रीगण, यहाँ उपस्थित പ്രക്ഷോഭം മറുവശത്ത് ശക്തി പ്രാപിക്കുകയാണ്. കർഷകരുടെ ആവശ്യങ്ങൾ, കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ജനവിരുദ്ധമായ നിലപാടുകൾ, കർഷക വിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ആരംഭിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ കൂടി ഈ കർഷക സമരം അവസാനിപ്പിക്കണം, കർഷകർ നിലപാട് മാറ്റണം അല്ലെങ്കിൽ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കടക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മറ്റ് പ്രവർത്തകരും കൂടി വേദിയിൽ ഉണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസംഗിക്കുകയാണ്. മനുശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, മറുവശത്ത് കർഷക പ്രക്ഷോഭം ശക്തി പ്രാപിക്കുന്നു. കർഷക വിരുദ്ധ നിലപാടുകൾ സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ആളിപ്പടരുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? പുതിയ തന്ത്രങ്ങൾ BJP സർക്കാർ ഇപ്പോൾ രംഗത്തിറക്കുകയാണ്. പ്രധാനമായും BJP സർക്കാർ ഈ കർഷക പ്രക്ഷോഭത്തെ ഇപ്പോൾ നേരിടുന്നതിന് ഇത്തരമൊരു നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നതിനുള്ള ന്യായീകരണമായി ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് ഈ കർഷകരെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ തന്നെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നിരാഹാരം കടക്കുന്നു എന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും 2 ആവശ്യങ്ങളാണ് കർഷകർ പ്രധാനമായും ഉന്നയിച്ചത്. ഒന്ന്, താങ്ങുവില ഉറപ്പു നൽകുക, അതോടൊപ്പം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക. ഈ 2 ആവശ്യങ്ങളെങ്കിലും അംഗീകരിച്ചാൽ പ്രക്ഷോഭം അവസാനിപ്പിക്കാമെന്നൊരു നിലപാട് വിവിധ കർഷക സംഘടനകൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഒരു അനുനയ നീക്കത്തിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്നാണ് BJP സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. നിലവിൽ നിരാഹാര സമരം നടത്തുക, കോൺഗ്രസ് കർഷകരെയും കർഷക സംഘടനകളെയും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സംസ്ഥാനത്ത് ക്രമസമാധാന നില സാധാരണഗതിയിൽ എത്തിയതിനു ശേഷം മാത്രമേ താൻ ഇനി നിരാഹാര
നിരാഹാരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉള്ളത്. അതേസമയം മറ്റു ചില അനുനയ നീക്കങ്ങൾ കൂടി ഇപ്പോൾ BJP സർക്കാർ കർഷകർക്ക് മുൻപാകെ വച്ചിട്ടുണ്ട്. കടങ്ങൾ ഇതുവരെ തിരിച്ചടയ്ക്കാത്ത കർഷകരുടെ വായ്പ തുക, വായ്പയിലെ പലിശ മാത്രം എഴുതിത്തള്ളാൻ ഒരു നീക്കത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അതിന് ആദ്യം പ്രക്ഷോഭം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് സംസ്ഥാന സർക്കാർ കർഷക സംഘടനകളെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ RSSുമായി അടുത്ത ബന്ധമുള്ള കർഷക സംഘടനയെ മാത്രം വിളിച്ച് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ചർച്ച നടത്തിയിരുന്നു. ഇതിൽ തന്നെ മറ്റു കർഷക സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും കർഷക സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് BJPയുടെ ശ്രമമെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കർഷകരുടെ വായ്പയിലെ പലിശ മാത്രം എഴുതി തള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറെന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് രേഖാമൂലം ഉറപ്പ് നൽകാതെ സമരം അവസാനിപ്പിക്കാനാകില്ല എന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഈ പോലീസ് വെടിവയ്പിൽ 5 കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തർപ്രദേശിലും വിവിധ കർഷക സംഘടനകൾ മധ്യപ്രദേശിലെ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന പാതകൾ ഉപരോധിച്ച് വിവിധ പച്ചക്കറികളും മറ്റും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടഞ്ഞാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത്. ഇതിനിടയിലാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില പ്രതിപക്ഷം തകർക്കുന്നു, ഇതിന് കർഷകരെ ഉപയോഗിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ വിചിത്രമായ ഒരു നിരാഹാര സമരത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ തുടക്കമിട്ടിരിക്കുന്നത്. പ്രജീഷ്. ശരി, മനുശങ്കർ. NDTVക്കെതിരായ CBI നടപടിക്കെതിരെ ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രതിഷേധ സംഗമം. എതിർസ്വരങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഭരണകൂട നീക്കം അനുവദിക്കാനാകില്ലെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. ICICI ബാങ്കിൽ നിന്ന് 48 കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് കാട്ടിയാണ് കഴിഞ്ഞ ദിവസം NDTV സഹോടമ പ്രണോയ് റോയിയുടെയും ഭാര്യ രാധിക റോയിയുടെയും വസതികളിൽ CBI പരിശോധന നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്താലുള്ള NDTVക്കെതിരായ CBI നടപടിക്കെതിരെ ഡൽഹിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ കുൽദീപ് നയ്യാർ, മുൻ കേന്ദ്രമന്ത്രിയും മാധ്യമപ്രവർത്തകനുമായ അരുൺ ഷൂരി, മുതിർന്ന നിയമജ്ഞൻ ഫാലിയസ് നരിമാൻ തുടങ്ങി മാധ്യമ രാഷ്ട്രീയ നിയമരംഗങ്ങളിലെ പ്രമുഖർ പ്രതിഷേധ സംഗമത്തിനെത്തി. എതിർസ്വരങ്ങളുടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും മേലുള്ള അധിനിവേശമാണ് മോദി സർക്കാരിന്റെ കീഴിൽ 3 വർഷമായി നടക്കുന്നതെന്ന് അരുൺ ഷൂരി അഭിപ്രായപ്പെട്ടു. ഒരു മാധ്യമത്തെ തകർക്കാൻ മറ്റൊരു മാധ്യമത്തെ ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നതെന്നും അരുൺ ഷൂരി കൂട്ടിച്ചേർത്തു. NDTVക്കെതിരായ നീക്കം എല്ലാ മാധ്യമങ്ങൾക്കുമുള്ള അപായ സൂചനയാണെന്ന് NDTV സഹോടമ പ്രണോയ് റോയ് ചൂണ്ടിക്കാട്ടി. പ്രതികരിക്കാതെ ചുരുണ്ടുകൂടിയാൽ ഇത്തരം ഭരണകൂട ഭീകരത നാളെ എല്ലാവരെയും തേടി വരുമെന്ന് പ്രണോയ് റോയ് കൂട്ടിച്ചേർത്തു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുകയിൽ കാലതാമസം വരുത്തുകയും അവരെ വഴിയാധാരമാക്കുകയും ചെയ്യുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ നിലപാട് അനുവദിക്കാനാകില്ലെന്ന് ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളം ജില്ലയിലെ ഹാർബറുകളുടെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചി തുറമുഖ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയവർക്കും അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാത്ത സ്ഥിതി ഗുരുതരമാണെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തുറമുഖ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്ഥലവും തൊഴിൽ മേഖലയും കൈമാറിയത് വഴി മീൻപിടുത്തക്കാർക്ക് പോർട്ട് ട്രസ്റ്റ് നൽകാനുള്ളത് 2 കോടിയിലധികം രൂപയാണ്. 2009 നൽകേണ്ടിയിരുന്ന തുകയിൽ 248 കുടുംബങ്ങൾക്ക് ഇതുവരെ നൽകിയത് 27 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി തുകയുടെ കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ഇപ്പോൾ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. UDFിൽ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സവിസ്തരം ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് ഇന്നലെ തീരുമാനമെടുത്തത്. ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തീരുമാനം തന്നെയാണ് UDFിൻ്റെയും പാർട്ടിയുടെയും തീരുമാനം. ആശയങ്ങളും അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുണ്ടാവും. എനിക്കും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഷിബു ബേബിയോണിൻ്റെ അഭിപ്രായമുണ്ട്, CPയോണിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി അവസാനമായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDF നടപ്പാക്കുമ്പോൾ ഞാനുൾപ്പെടെയുള്ളവർ അതിൻ്റെ കൂടെ നിൽക്കും. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തിട്ടാണ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഏതാ അല്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഈ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാം അന്നത്തെ കാലത്ത് എടുത്ത തീരുമാനത്തിനോടൊക്കെയുള്ള എൻ്റെ വീക്ഷണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, കാരണം ഇത് മദ്യവ്യാപനാണ്. ഇഷ്ടംപോലെ മദ്യം ഒഴുക്കി കൊടുക്കാനുള്ള തീരുമാനത്തിനോട് യോജിപ്പില്ല. പക്ഷേ സ്റ്റാറിൻ്റെ കാര്യത്തിലും നിലവിലുള്ളത് പൂട്ടണമെന്നൊക്കെ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എല്ലായിടത്തും മദ്യം ഇഷ്ടംപോലെ ഒഴുക്കി കൊടുക്കുന്നതിനോട് യോജിപ്പില്ല.
നാഷണൽ ഹൈവേ ഏതാണെന്ന് നിർവഹിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. നാഷണൽ ഹൈവേയിൽ മദ്യഷാപ്പ് പാടില്ല. ആ കാര്യത്തിനോട് ഒരു വിയോജിപ്പുമില്ല. നാഷണൽ ഹൈവേയിൽ മദ്യഷാപ്പ് പാടില്ല. 2, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവകാശം എടുത്തു കളഞ്ഞു. അതിനോട് ഒട്ടും യോജിപ്പില്ല. അതിന് ഒരു കാരണവശാലും യോജിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ള എല്ലായിടത്തും കള്ള് ഇഷ്ടം പോലെ കൊടുക്കാനുള്ള തീരുമാനം, അതിനോടും യോജിപ്പില്ല. അല്ല, ഈ ടൂറിസത്തിൻ്റെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ആഴ്ചയിൽ 5 ഹർത്താലുള്ളൊരു സംസ്ഥാനത്തേക്ക് ആരും വരില്ല. ഇനി നിങ്ങൾ സ്വർണം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും ഒരാളും കേരളത്തിലേക്ക് വരില്ല. മത്സരിച്ച ഹർത്താലാണ്. സംസ്ഥാനം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും മത്സരിച്ച് ഹർത്താൽ നടത്തുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാളും കേരളത്തിലേക്ക് വരില്ല. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ എല്ലായിടത്തും കള്ളു കൊടുത്താലും ഒരാൾ ഇവിടേക്ക് വരില്ല. സമരം ശക്തിപ്പെടണം എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് സമരം അത്ര പോരാ എന്നുള്ള അഭിപ്രായം UDFിലെ സാധാരണ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള സമരം നടത്തണം എന്ന് പറയാനുള്ള കാരണം. ഇതുവരെയുള്ള കഴിഞ്ഞ ഒരു മാസമായിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ആ സമരം ഒഴികെ അത് നല്ല സക്സസ് ആയിരുന്നു. 25-ാം തീയതി നടത്തിയ സമരമായിരുന്നു ഏറ്റവും ശക്തമായിട്ടുള്ള സമരം. ഏതാ? ഇല്ല, യുവമോർച്ചയിൽ അടിയൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് അത് ലോകനാഥ് ബെഹ്റ ഉണ്ടെങ്കിൽ അടിയുണ്ടായേനെ. ഏതായാലും സെൻകുമാർ വന്നുകൊണ്ട് പിണറായിക്ക് 1ാം വാർഷികം ആഘോഷിക്കാൻ പറ്റി. അല്ല, ഇപ്പോഴത്തെ മദ്യനയത്തിന് LDFന്റെ മദ്യനയത്തിന് UDF പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം അടുത്ത മാസം 1-ാം തീയതിയാണ്. 1-ാം തീയതി തൊട്ടാണ് ഇത് നടപ്പാക്കുന്നത്. 1-ാം തീയതി മുതൽക്കാണ് മദ്യനയം. അതുകൊണ്ടാണ് 1-ാം തീയതി തന്നെ സെക്രട്ടേറിയറ്റും കലക്ടറേറ്റുകളും പിക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീക്ഷണത്തിൽ ഇന്ന് KM മാണിയെ കുറിച്ച് വീക്ഷണം എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ഇനിയിപ്പോൾ അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ലല്ലോ. ഇനിയിപ്പോൾ അദ്ദേഹം എന്താണെങ്കിലും ആർക്കാം. ഇനി അദ്ദേഹത്തിന് എപ്പോഴും പറഞ്ഞ് ആളാക്കണ്ട. അദ്ദേഹം മുന്നണിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിനി അദ്ദേഹത്തിനെ വേണ്ടാന്നും പറഞ്ഞു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ കോൺഗ്രസിൻ്റെ കെയർ ഓഫിൽ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വീക്ഷണത്തിൻ്റെതായിട്ടുള്ള നയങ്ങളുണ്ട്. പാർട്ടിയുടെ നയങ്ങൾ മാത്രമല്ല, വീക്ഷണത്തിൻ്റെ പത്രം എന്നുള്ള നിലയ്ക്ക് അവരുടെ നയമുണ്ട്. ആ നയമാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഒരു മുന്നണിയിലും ഇല്ലാത്ത ഒരു പാർട്ടിയെക്കുറിച്ച് ഞങ്ങൾ ആരും അഭിപ്രായം പറയുന്നില്ല. അഭിപ്രായം പറയേണ്ട ആവശ്യവുമില്ല. ഞങ്ങളുടെ നിലവിലുള്ള മുന്നണി തന്നെ അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ ശക്തമാണ്. മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തൻ്റെ വിയോജിപ്പ് സംബന്ധിച്ച് മദ്യനയത്തിലെ വിയോജിപ്പ് UDF യോഗത്തിൽ അദ്ദേഹം അറിയിച്ചു. പക്ഷേ വ്യക്തിപരമായ നിലപാടുകൾക്ക് അടിസ്ഥാനമില്ല. UDF പൊതു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടെന്നും സമരം ശക്തമാക്കാനുള്ള ഒരുക്കവുമായി മുന്നോട്ട് പോകും. അതേസമയം മാണിക്കെതിരെ വീക്ഷണത്തിൽ വന്ന വാർത്തയിൽ കൂടി പ്രതികരിച്ചു. അക്കാര്യം വീക്ഷണത്തിൻ്റെ നിലപാടാണ്. പാർട്ടി ഇത് ചർച്ച ചെയ്തിട്ടില്ലെന്നും K. മുരളീധരൻ പറഞ്ഞു.